ഹലോ. അപ്പം നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതിൻ്റെ കുറച്ച് ചപ്പാത്തി മിച്ചമുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ചപ്പാത്തി കഴിച്ച കാരണം പിന്നെ അത് ചപ്പാത്തിയായിട്ട് തന്നെ കഴിക്കാൻ മടിയായ കാരണം പിന്നെ നമ്മൾ അത് വെച്ച് വേറെ റൈറ്റ് ഉണ്ടാക്കാമെന്ന് വെച്ചോട്ടോ. അതിനായിട്ട് നമ്മൾ ആദ്യം പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. പിന്നെ നമ്മൾ കുറച്ച് ചെറിയ ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞത് നമ്മൾ ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കണം കേട്ടോ. ഉപ്പും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ വെച്ച് നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. തട്ടിപ്പൊത്തി വെച്ച് കഴിയാൻ നേരത്ത് അത് ഏകദേശം വേവാകും കേട്ടോ. ഞാൻ ഇതിനകത്ത് ഇഞ്ചി തക്കാളിയൊന്നും ആഡ് ചെയ്തില്ല കേട്ടോ. അത് ഇഞ്ചിയൊന്നും ഞാൻ ആഡ് ചെയ്യാഞ്ഞതാണ്, തക്കാളി പിന്നെ ഇല്ലാഞ്ഞു കേട്ടോ, അതുകൊണ്ടാണ് ആഡ് ചെയ്യാഞ്ഞത്. പിന്നെ നമ്മൾ ഇച്ചിരി മീറ്റ് മസാലയല്ല ചിക്കൻ മസാലയാണ് ഞാൻ ഇട്ടത് കേട്ടോ. മീറ്റ് മസാല ഇട്ടില്ല, ചിക്കൻ മസാലയാണ് ആവശ്യത്തിന് ഇട്ടത്. പിന്നെ 2 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഈ കോഴിമുട്ട എന്ത് പാകമായി വരണം നേരത്ത് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യാം. ഞാൻ കുറച്ച് ആഡ് ചെയ്തായിരുന്നു കേട്ടോ. ഉപ്പ് പോരാഞ്ഞ് തോന്നിയായിരുന്നു എനിക്ക്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത്. പിന്നെ കുരുമുളക് പൊടി അത് അവനവൻ്റെ എരിവിനനുസരിച്ച് കേട്ടോ. ഞാൻ കുറച്ച് ചേർത്തുള്ളായിരുന്നു, കാരണം അക്കുടുവാവ ഉള്ള കാരണം അക്കുടുവായ്ക്ക് അധികം എരിവ് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർത്ത്. പിന്നെ നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചപ്പാത്തി അതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കണം കേട്ടോ. പിന്നെ ഞാൻ ഇച്ചിരി കൂടെ എരിവ് കുറവായ കാരണം ഇച്ചിരി കൂടെ കുരുമുളകും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കേട്ടോ. പിന്നെ നമ്മൾ ചൂടോടുകൂടി തന്നെ പാത്രത്തിലേക്ക് ഇട്ട് കുറച്ച് സോസും കൂടെയൊക്കെ ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ. സോസൊക്കെ വേണമെങ്കിൽ ഒഴിച്ചാൽ മതി. സോസും കൂടെ ഒഴിച്ചപ്പോഴാണ് ആ കറക്റ്റ് ആ ടേസ്റ്റൊക്കെ വന്നത്. പിന്നെ അതിൻ്റെ കൂടെ ചിക്കൻ വറുത്തതോ ചിക്കൻ കറിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാം കേട്ടോ, നല്ലതാണ്. അക്കുടോവ ഞാൻ എന്തുണ്ടാക്കിയാലും സൂപ്പറാന്നേ പറയത്തുള്ളൂ, അടിപൊളിയാണ്.